കഴിഞ്ഞ 2 വർഷമായി എഐ മനുഷ്യരുടെ ജോലികൾ ഇല്ലാതാക്കുമോ എന്നതായിരുന്നു ഈ മേഖലയിലെ ഏറ്റവും വലിയ ആശങ്കകളിലൊന്ന്. ഓപ്പൺ എഐയുടെ ചാറ്റ് ജിപിടി പോലുള്ള സംവിധാനങ്ങൾ തരംഗമായതോടെ ദശലക്ഷക്കണക്കിന് വൈറ്റ് കോളർ ജോലികൾ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ അപ്രത്യക്ഷമാകുമെന്ന് പല സാങ്കേതിക വിദഗ്ധരും മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ആശങ്കകൾ പങ്കുവച്ച് എക്സിക്യൂട്ടീവുകൾ തന്നെ തങ്ങളുടെ നിലപാട് മാറ്റുകയാണ്. ഓപ്പൺ എഐ സിഇഒ സാം ആൾട്ട്മാൻ എഐ മൂലമുണ്ടാകുന്ന തൊഴിൽ നഷ്ടങ്ങളെക്കുറിച്ചുള്ള തന്റെ മുൻകാല ഭയങ്ങൾ തെറ്റായിരുന്നുവെന്ന് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നു. സിഡ്നിയിൽ നടന്ന കോൺഫറൻസിൽ സംസാരിക്കവേ താൻ കരുതിയതുപോലെ എൻട്രി ലെവൽ വൈറ്റ് കോളർ ജോലികളിൽ വലിയ തോതിൽ തൊഴിലാളികളെ മാറ്റിസ്ഥാപിക്കാൻ എഐക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സമൂഹവും ജോലിസ്ഥലങ്ങളും ഈ മാറ്റത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് വിലയിരുത്തുന്നതിൽ കമ്പനിക്ക് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം സമ്മതിച്ചു. സാങ്കേതികവിദ്യകൾ എത്ര വളർന്നാലും മനുഷ്യർ ഇപ്പോഴും പരസ്പരമുള്ള ഇടപെടലുകൾക്ക് വലിയ വില കൽപ്പിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ഇമെയിലുകളിലും മറ്റും എഐ മറുപടികൾ നൽകാൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ വ്യക്തിപരമായി തന്നെ മറുപടി നൽകുന്നതിലേക്ക് മടങ്ങേണ്ടിവന്ന സ്വന്തം അനുഭവവും പങ്കുവച്ചു. ടെക് വ്യവസായത്തിൽ ചിലർ വാദിക്കുന്നതുപോലെയുള്ള ഒരു തൊഴിൽ അപ്പോക്കലിപ്സ് ഉണ്ടാകില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പുതിയ വിലയിരുത്തൽ. സാം ആൾട്ട്മാനെപ്പോലെ തന്നെ ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസും എഐയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളെ തള്ളിക്കളയുന്നുണ്ട്. എഐ തൊഴിലാളികളെ പൂർണ്ണമായും മാറ്റിസ്ഥാപിക്കുകയല്ല, മറിച്ച് അവരുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുകയെന്ന് അദ്ദേഹം വാദിക്കുന്നു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, റേഡിയോളജി തുടങ്ങിയ തൊഴിലുകൾ എഐ കാരണം ഇല്ലാതാകുമെന്ന വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ബെസോസ് വ്യക്തമാക്കി. കോഡ് എഴുതുന്നത് ജോലിയുടെ ഒരു ഭാഗം മാത്രമാണെന്നും യഥാർത്ഥത്തിൽ എന്താണ് നിർമ്മിക്കേണ്ടതെന്ന് തീരുമാനിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.